ഡ്രസ്സൊക്കെ മാറ്റിയാ? പിന്നില്ലാണ്ട് എന്ത് കാര്യം? എന്തായാലും പോകുന്ന ഉറപ്പാ. പിന്നെന്തിനാ ഡ്രസ് ഇടണേ? ഹലോ ആച്ചാ, ഇല്ല ഇറങ്ങിയിട്ടില്ല. ആ ഇറങ്ങുമ്പോ ഞാൻ അച്ഛനെ വിളിച്ച് പറയാം. ശരി ആയിക്കോട്ടെ. എന്തേ? കുഴിപ്പള്ളത്തെ അച്ഛൻ അറിയാതെ ഞാൻ ആ ഫാമിലി ഗ്രൂപ്പിൽ പറഞ്ഞു പോയി നമ്മൾ സിനിമയ്ക്ക് പോവാന്ന് എല്ലാരും കൂടെ ചേർത്ത്. അതോടെ വിളിയോട് വിളി, എപ്പ പോകും, എങ്ങനെ പോകും, ഏത് സിനിമയ്ക്ക് പോകുന്നു. അയ്യോ ചേച്ചി പ്രതീക്ഷ കഴിയൂടല്ലേ, നമുക്ക് പോവാം. ഓ നിനക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കണ്ടല്ലേ? അമ്മായി എനിക്ക് ഈ പൊക്ക വാങ്ങിച്ചു തരാൻ ഏറ്റിരിക്കേ. ഡേ കേശു അവനോട് സംസാരിക്കാൻ പോയിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കാടേ. കുഴിപ്പള്ളത്തൊന്ന് വിളിക്കുന്നു, എനിക്ക് പ്രാന്താവുന്നുണ്ട്. അവന്റെ ഒരു കാര്യം എന്താടാ? എന്തായി? അവിടെ അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കണെന്ന്. അപ്പൊ കാര്യമൊക്കെ സോൾവ് ആയിരിക്കും അല്ലേ? അയ്യോ, അവനവന്റെ പ്രശ്നം വെച്ച് രാജ്യത്തുള്ള എല്ലാ കാര്യവും പറയുന്നുണ്ട്. പിന്നെ അച്ഛന്റെ കാര്യം അറിയാലോ, സംസാരിക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ കാര്യവും പറയും. ഡേ നമുക്കൊരു കാര്യം ചെയ്യാം, നീ അവന്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചു എന്താണ് കാര്യം എന്ന് അറിയാലോ. അതൊരു ഐഡിയ ആണ് കേട്ടോ. ഇവ എന്തിനു വന്നേന്നറിയല്ലേ. ആ ചേട്ടായി, ഞാൻ കേശുവാ. പിന്നെ നമ്മുടെ ചീനയില്ലേ, അവൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. എന്താണ് സംഭവം? ആ ചേട്ടാ. ആ ഓ ശരി ചേട്ടാ. ആ ആ ആ എന്ത് എന്താ പറഞ്ഞ? എന്റെ ചേട്ടൻ ഭയങ്കര കലിപ്പിലാണ്. ഓ അപ്പൊ അവിടെ വീട്ടില് പ്രശ്നമാണ്. എന്തോ വലിയ തൊപ്പിച്ച് വെച്ചിട്ടാണ് അവൻ വന്നേക്കണത്. എന്തായാലുവേ ബാലിച്ചേട്ടൻ പറഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കും, നമുക്ക് നോക്കാം. എനിക്ക് ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട് ഇവിടെ നിന്ന്. കുഴിപ്പള്ളം അവിടെ ഭയങ്കര കൽപ്പിലാണ്, നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് സോൾവ് ആക്കാം അവന്റെ കാര്യം. നോക്കുന്നുണ്ടല്ലോ ചേട്ടാ എന്റെ പോക്കാണ്. പോക്കോണോ പെണ്ണേ? ഇവിടെ പുരകത്തുമ്പോ അവളുടെ പോക്കോ, നീ പോയാ വിടുന്നു അല്ലെ? പോക്കോണ്ട് സംഭവം എന്തോ? അത് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അത് എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. ഇതിനെന്തോ സംഭവിച്ചേ? എന്താ നിനക്ക് എന്തൊക്കെ അറിയണം? ചേച്ചി എന്തിനാ ഡ്രസ് മാറിയേ? ഇതെന്തിനാ ഡ്രസ് മാറിയേ? എനിക്ക് അറിഞ്ഞൂടാ. അല്ല പോണ്ടേ? നമ്മള് പോവും. അവനെ പറഞ്ഞു വിട്ടാ പോവാല്ലോ. ആ പറഞ്ഞിട്ട് പോവാ. അവിടെ അമ്മ എന്നെ സഹായിക്കൂ. ഞാൻ എന്താണ്, എനിക്ക് അവര് കാര്യം അറിയാമോ? വീട്ടിൽ വിളിച്ചു ചോദിച്ചാൽ അവര് കാര്യം പറയണല്ല. എടാ ഇതിപ്പോ അവന്റെ ചേട്ടൻ പറഞ്ഞ അവനെ വീട്ടിലോട്ടൊന്നും വിടണ്ടെന്നാണ്. വന്നിട്ട് കഴിഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലുന്നാണ് പറഞ്ഞേക്കണത്. എന്തോ വലിയ പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. വീട് കത്തിച്ചേനിപ്പോ അവന്റെ സ്വഭാവത്തിന് ഉണ്ടാവോ? ആർക്കറിയാം. എന്തിനാ ഞാൻ തുണിയും വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റാലി അടിക്കണം സംഭവം എന്തുവാ? എന്താ ഒന്നുമില്ല. നീ ഇതിന് ഡ്രസ് എടുത്തു അങ്ങോട്ട് പോയത്? ഡ്രസ് എടുത്തു അങ്ങോട്ട് പോയത്? ആ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നി, ഞാൻ പോയി തിരിച്ചു വരാൻ തോന്നി, ഞാൻ അങ്ങോട്ട് വെച്ച്. അതിനിപ്പോ എന്ത്? പോണ്ടേ, സിനിമയ്ക്ക് പോണ്ടേ? ആ പോണില്ല. ചേച്ചി ഡ്രസ് മാറിയ സ്ഥിതിക്ക് നമുക്കും ഡ്രസ് മാറിയാലോ. ഈ പെണ്ണിന്റെ അപ്പൊ നിനക്ക് സിനിമയ്ക്ക് ഉണ്ട്, പിന്നെ എന്തിനു ഡ്രസ് മാറ്റണം? അമ്മ ഈ പോക്കാൻ വാങ്ങിച്ചേരണം. എവളുടെ പോക്കോണ് അമ്മായി ഒരു വലിയ ബാറില് പോക്കോ മേടിച്ച് കൊടുക്കണേ, തിന്നട്ടെ അവള് കേട്ടോ. ഞാൻ അവൻ പോകുന്നുണ്ടോ ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ഇതിപ്പോ എത്ര കുഴപ്പം കൊണ്ട് സംഭവിച്ചാന്ന് തോന്നുന്നല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.